നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1987 കോട്ട ആശ്രമത്തിൽ നിന്നും പുറത്തിറക്കിയ വചനോത്സവം എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ഒരു മെഴുതിരിയിൽ നിന്ന് എന്ന പാട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എൽറിഡ്ജ് ഐസക്സ് ആണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് സിറിയക് നെയ്തീൻ, രണ്ടുപേർ ചേർന്നാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, വിശ്വൈക ദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. വിശ്വൈക ദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ. പോപ്പുലർ മിഷൻ ധ്യാനം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നൊരു പാട്ടായിരുന്നു. കാരണം എല്ലാ പള്ളികളിലും അന്ന് ധാരാളമായി ഇങ്ങനെ ഓരോ സമൂഹങ്ങളായി കൊടിയൊക്കെ പിടിച്ച് വന്ന ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് എഴുതിയത് അച്ഛനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും ഈ പാട്ട് എഴുതിയ അച്ഛന് സ്വാഗതം. ഇങ്ങനൊരു പാട്ട് എഴുതാൻ അന്ന് തോന്നിയൊരു വികാരം എന്തായിരുന്നു വെച്ചാൽ? ഞാനന്ന് പോപ്പുലർ മിഷൻ ധ്യാനവേദിയിൽ സജീവമായിരുന്നു. നേതൃത്വം വഹിച്ച് ധ്യാനം നടത്തുന്ന മുഖ്യ പ്രഭാഷകൻ്റെ കൂടെ ഞാനൊരു അസിസ്റ്റൻറ്റിനെ പോലെയാണ് അന്ന് ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നത്. ആ കാലത്താണ് വചനോത്സവം മാസിക തുടങ്ങുന്നത്. അതുകൊണ്ടൊക്കെയാണ് ആ ആൽബത്തിന് തന്നെ വചനോത്സവം എന്ന ഒരു പേര് വരാനായിട്ടുള്ള ഒരു കാരണം. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അനേക ശുശ്രൂഷകളിൽ ഒരു ശുശ്രൂഷയാണ് മാമോദീസായിലെ വ്രതങ്ങൾ നവീകരിക്കുന്നു എന്നുള്ളതാണ്. ആ ശുശ്രൂഷയിൽ മാമോദീസായിൽ കുഞ്ഞിൻ്റെ കയ്യിൽ കത്തിച്ച് തിരിവെടുത്തിട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഒരു രംഗമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ, അത് ബോധപൂർവം നമ്മളൊന്ന് ആവർത്തിക്കണം എന്നുള്ള സങ്കല്പത്തിൽ അന്ന് തലതൊട്ടപ്പനും നമുക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ, ഏറ്റുപറഞ്ഞ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി ഒരു അവസരം ഒരുക്കുന്ന സമയമാണിത്. അപ്പോൾ ആ ശുശ്രൂഷയിൽ ഒരു ലൈറ്റുകളെല്ലാം അണച്ച് കംപ്ലീറ്റായിട്ട് പരിപൂർണമായിട്ട് ഒരു അന്ധകാരത്തിൻ്റെ ഒരവസ്ഥ വരുത്തും. അത് കഴിഞ്ഞിട്ട് ആദ്യമേ ഈശോ വരുന്നതിൻ്റെ സൂചകമായിട്ട് അൾത്താരയിൽ ഒരു തിരി കത്തിക്കും. ഈ ഒരു തിരി കത്തിച്ച് കഴിയുമ്പോൾ പിന്നെ ശിഷ്യന്മാർ യേശുവിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചു. അതിൻ്റെ പ്രതീകമായിട്ട് അൾത്താരയുടെ ചുറ്റും നിൽക്കുന്ന ഏതാനും പേര് ആ തിരിയിൽ നിന്ന് കത്തിച്ചെടുക്കും. നേരത്തെ തിരി വിതരണം ചെയ്തിരിക്കും. എന്നിട്ട് പിന്നെ ഈ കത്തിച്ച തിരിയിൽ നിന്ന് പകർന്നു കൊടുക്കുകയാണ്. അത് വളരെ പെട്ടെന്ന്, ഇപ്പോൾ 2000, 4000, 5000, 10,000 പേരൊക്കെ നിൽക്കുന്ന ഒരു വേദി അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹം പെട്ടെന്ന് ഈ തിരി കത്തി 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 പടർന്നു പോകുന്നത് കാണാൻ പറ്റും. ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ വേദിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഈ തിരി കത്തി 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 അങ്ങ് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള അന്ധകാരത്തെ ഈ തിരികളെല്ലാം കത്തിക്കഴിയുമ്പോൾ പ്രകാശമായി ആ അന്തരീക്ഷം മുഴുവൻ പ്രകാശവാനാവുന്ന ഒരു രംഗമുണ്ട്. അച്ഛന്മാർ പറയും, നേരത്തെ ഇവിടെ അന്ധകാരമായിരുന്നു, ഒരു തിരി ഇവിടെ ആദ്യം തെളിഞ്ഞു, ആ തിരിയിൽ നിന്ന് നമ്മളൊക്കെ തിരി കത്തിച്ചെടുത്തപ്പോൾ ഒരു മെഴുതിരിയിൽ നിന്ന് അതിൻ്റെ നാളം പകർന്നു പോയപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഇപ്പോൾ ഈ പ്രകാശം പരന്നിരിക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, അത് കഴിഞ്ഞ് നിങ്ങളിൽ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ ഈശോയിൽ നിന്ന്
വിശ്വാസത്തിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങി, വിശ്വാസം വഴിയുള്ള കൃപയുടെ പ്രകാശം ഏറ്റുവാങ്ങി, ഒരു സ്നേഹജീവിതത്തിൻ്റെ ഒരു കൃപ ഏറ്റുവാങ്ങി, അങ്ങനെ ഈ ലോകത്തെ മുഴുവനും നന്മ കൊണ്ട് പ്രകാശിപ്പിക്കാനും പ്രശോഭിപ്പിക്കാനും നമുക്ക് കഴിയുമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി കൂടിയാണത്. അപ്പോൾ അതാണ് ഒരു മെഴുതിരിയിൽ 1000 നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ ആ ഒരു വിശ്വാസത്തെ, യേശുവിൽ നിന്നുള്ള വിശ്വാസം, യേശുവിലെ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു പകർച്ച ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ സ്വഭാവം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ള ഒരാളിൽ നിന്ന് പകർന്നു പോകുന്നതാണ്. നമുക്കെങ്ങനെയാണ് വിശ്വാസം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ വിശ്വാസം നമ്മളിലേക്ക് പകർന്നു കിട്ടി അല്ലേ? അതെ. അതുപോലെ പുതിയതായിട്ടൊരാൾക്ക് വിശ്വാസം കിട്ടുന്നപ്പോഴാണെന്ന് ചോദിച്ചാൽ വിശ്വാസിയായ ഒരു വ്യക്തി വിശ്വാസത്തിൻ്റെ ഒരു ആവിഷ്കാരമായിട്ട് പ്രസംഗിക്കുമ്പോഴാണ്. അതാണ് പൗലോസ് പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നടത്തുന്നത്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൽ ഒരു വിശ്വാസം ജനിക്കും. അങ്ങനെ ഈ പ്രഘോഷണം വഴി ഈ വിശ്വാസം സ്വീകരിക്കുന്നവരെല്ലാം സഭയായിട്ട് ഒന്നിച്ചുകൂടുകയാണ്. ആ സഭ ഒന്നിച്ചുകൂടി നിന്നുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഗോപുരമായി തീരുകയാണ്, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഒരു വലിയ ഒരു കൂട്ടായ്മയായി തീരുകയാണ്. അങ്ങനെ ലോകത്തിൽ തിന്മ ഇല്ലാതാകണമെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ കൂട്ടായ്മ വ്യാപിക്കണം. അതാണ് ഇതിനകത്തെ സൂചന. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു വിശ്വാസം പുതുതായിട്ട് കിട്ടിയാൽ നമ്മളും സാധാരണ ചെയ്യണം. ഈ വിശ്വാസം തന്നെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മളത് ഷെയർ ചെയ്യും, അടുത്തയാളെ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ഈ വലിയ കാര്യം ഇതിങ്ങനെ പിന്തുടർച്ച വഴി തന്നെയാണ് കിട്ടുന്നത്. അതെ. ഉദാഹരണത്തിന് നമുക്ക് ഒരു മരുന്ന്, ഒരു ഒറ്റമൂലി അത് ഫലിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ പറയല്ലേ, അതിൻ്റെ അനുഭവത്തോടു കൂടി നമ്മൾ പറയും. അപ്പോൾ പറയുമ്പോൾ അതിൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഏത് വിശ്വാസത്തിനും ആ ഒരു സ്വഭാവം ഉണ്ട്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ടു നോക്കാം. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാൻ. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാൻ. മലമേൽ പണി ചെയ്ത വീടാണു നമ്മളും, മറയാതെ ഏവർക്കും അഭയകേന്ദ്രം. മലമേൽ പണി ചെയ്ത വീടാണു നമ്മളും, മറയാതെ ഏവർക്കും അഭയകേന്ദ്രം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഹൃദയവും ഹൃദയവും തമ്മിൽ പകരുന്ന സൗഹൃദം പങ്കിട്ടു നിൽക്കാൻ. ഈ ബലിവേദിക്കു ചുറ്റും ഹൃദയവും ഹൃദയവും തമ്മിൽ പകരുന്ന സൗഹൃദം പങ്കിട്ടു നിൽക്കാൻ. ഈ ബലിവേദിക്കു ചുറ്റും ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ. ഇതിനകത്ത് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ അതേ വാക്യങ്ങൾ ഗാനരൂപത്തിലൂടെ നമ്മൾ ചേർത്തിരിക്കുക. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, മറയാതെ എല്ലാവർക്കും പ്രകാശം ഉണ്ടാകണം. അതുപോലെ മലമേൽ പണിയപ്പെട്ട ഭവനമാണ് നിങ്ങൾ, ആ ഭവനത്തിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് വ്യക്തി, അതോടൊപ്പം തന്നെ സഭാസമൂഹം. മറഞ്ഞിരിക്കാൻ പറ്റില്ല, കാരണം തിരിക്കും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് പ്രകാശം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കല്ലേ എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വ്യക്തി വിശ്വാസം തീർച്ചയായിട്ടും ഏറ്റുപറയും, അത് ആവിഷ്കരിക്കും. കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൃപയുടെ പ്രവൃത്തി ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും. ഈ മാതൃകയായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല,
കൃപ നിറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കൃപയുടെ പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടാവും. പ്രകാശം തന്നെ വ്യാപിക്കുന്നത് പോലെ കൃപയുടെ ആ ഒഴുക്ക് ആ വ്യക്തിയിൽ നിന്നുണ്ടാകും. അപ്പം അതുകൊണ്ട് ഒരിക്കലും സാക്ഷ്യം ഇല്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതം ഇല്ല. ക്രൈസ്തവ ജീവിതം ഉണ്ടോ? അവിടെ സാക്ഷ്യമുണ്ട്. സാക്ഷ്യമില്ലെങ്കിൽ പേരിന് മാത്രമുള്ള ഒരു ക്രൈസ്തവ ജീവിതമേ ഉള്ളൂ എന്നർത്ഥം. ഈശോ പറഞ്ഞല്ലേ, ഭൂമിയിൽ ഉപ്പാണ് നിങ്ങൾ, ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ അത് വേറെ പ്രതീകമാണ്. കാരണം എന്ന് വെച്ചാൽ ഉറയുള്ള ഉപ്പും ഉറയില്ലാത്ത ഉപ്പും തമ്മിൽ നോക്കിയാൽ കാണാൻ തിരിച്ചറിയാൻ പറ്റില്ല. അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാക്ഷ്യമൊന്നുമില്ല. കണ്ടാൽ പേരുകൊണ്ടും വസ്ത്രധാരണം കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒക്കെ അദ്ദേഹം ഒരു ക്രൈസ്തവ, അതെ, ആ ഒരു അവസ്ഥ. ഈശോയോട് പറയുന്നതനുസരിച്ച് നമ്മളിൽ ജീവിത സാക്ഷ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം നിർജീവമാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് യാക്കോബിലെ പറഞ്ഞത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ദീപം കൊളുത്തിയാൽ അത് പീഠത്തിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ 4 പേര് നിങ്ങളെ ശ്രദ്ധിക്കാൻ ഇടയാകണം. അത് ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇപ്പോൾ വേറൊരു ഭാഷ പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്, കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതെയും ഇരിക്കരുത്. കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഉണ്ട്. അതാണ് ചിലർ മാതൃകയായിട്ട് ചെയ്യുന്നത്. യേശുവിൻ്റെ കാലത്തെ ഫരിസേയരെ കുറിച്ച് പറയുന്നതാണ്. അവർ കാണിക്കാൻ വേണ്ടി വഴിവെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തൊങ്ങലുകളുടെ നീളം കൂട്ടുന്നു, ഒത്തിരി കാര്യങ്ങൾ. നിങ്ങൾ അങ്ങനെയാകരുത്. പക്ഷേ നിങ്ങളിൽ നിന്ന് സാക്ഷ്യം ഉണ്ടാകണം. ഉണ്ടാകത്തക്ക രീതിയിൽ നിങ്ങളിൽ ചൈതന്യം ഉണ്ടാകണം. നിങ്ങൾ തീ പകരണം. തീ ഉണ്ടെങ്കിൽ ഇത് കത്തും. അതാണ് ഈ വിളക്ക് കത്തിച്ച് പറയ്ക്ക് കീഴെ വെക്കരുത്. മാത്രമല്ല, വെച്ചാൽ കെട്ടുപോകും, പിന്നെ നിൽക്കല്ലോ. അത് കാറ്റ് യഥേഷ്ടമുള്ള അല്ലെങ്കിൽ ശുദ്ധവായുള്ളിടത്ത് തന്നെ വെക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ കാണത്തക്ക രീതിയിൽ നന്മയുടെ സാക്ഷ്യങ്ങളായിരിക്കണം. മലമേൽ പണിത ഭവനമാണ് നിങ്ങളെന്ന് പറയുമ്പോൾ, ഭവനം എന്ന് പറയുമ്പോൾ തന്നെ യേശുവിൻ്റെ സഭയുടെ പ്രതീകമാണ് ഭവനം. ദൈവഭവനമാണ് സഭ. ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അഭയം കൊടുക്കണം, അല്ലേ? മലമേൽ പണിത ഒരു ഭവനം അഭയകേന്ദ്രമാണ്. ആർക്കും കാണാം. കാണുന്നതനുസരിച്ച് അഭയത്തിന് ഓടിച്ചില്ല. അപ്പം നിങ്ങളെല്ലാവർക്കും അഭയമായിരിക്കണം. എല്ലാവരും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് വരാൻ ഇടയാകണം. അങ്ങനെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സംഗീത വശത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് കേട്ടാൽ വളരെ സിമ്പിളാന്ന് തോന്നി ഈ പാട്ട്. പക്ഷെ ഇത് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പാടാം. നമുക്ക് വേണ്ടി ഇത് പാടിയത് ജിൻഡോയാണല്ലോ ഇന്ന് പാടിയിരിക്കുന്നത്. അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഒരു ഫീമെയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ശ്വാസം വിടാമായിരുന്നു. കാരണം അത്രയ്ക്കും ടഫുണ്ട്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോർഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ ആരാ നമ്മൾ പറഞ്ഞല്ലേ, ധാരാളമായിട്ട് ഈ പാട്ട് നമ്മുടെ സഭാവേദികളിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കോൺഗ്രിഗേഷണൽ സിംഗിങ്ങിന് പോലെ ഈ പാട്ട് പാടിക്കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, അത് നിർമ്മിച്ച കാലം മുതൽ ഇന്ന് വരെയും പോപ്പുലർ മിഷൻ ഇത് ഉപേക്ഷിക്കാതെ ഈ പാട്ട് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സവിശേഷതകളുണ്ട്. നമുക്കിതിൻ്റെ ചരണവും കൂടി ഒന്ന് കേട്ടു നോക്കാം. മാമോദീസയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതിയുണർത്തുക നാം. മാമോദീസയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതിയുണർത്തുക നാം. നാഥന്റെ സാക്ഷികൾ നാം ഒന്നു ചേരുകിൽ തിന്മയാം കൂരിരുൾ മാഞ്ഞു പോകും. നാഥന്റെ സാക്ഷികൾ നാം ഒന്നു ചേരുകിൽ തിന്മയാം കൂരിരുൾ മാഞ്ഞു പോകും. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ
യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. വിശ്വൈക ദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ. ഈ കനലിലെ ഊതി ആ പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്. കാരണം കനലിൽ തീയുണ്ടല്ലോ, അത് ഊതി വലുതാക്കുവാണല്ലോ. അച്ഛൻ ആ രചനയെ പറ്റി ഒന്ന് പറഞ്ഞു വെച്ചോ. അത് വിശ്വാസം ഒരു കരിക്കട്ടയിൽ തീ അല്പം ഒന്ന് കയറി പിടിക്കുന്ന പോലെ നമ്മളിൽ പിടിക്കുക. പക്ഷെ ആ കനലിനെ നമ്മൾ ഊതി 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 അതിനെ കത്തിച്ചെടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും നമ്മുടെ ത്യാഗം കൊണ്ടും. ഇപ്പോൾ നമുക്കറിയാം, ഇന്ധനം ഉണ്ടെങ്കിൽ, തീ ഉണ്ടെങ്കിൽ ഇന്ധനം കൂടെ വേണ്ടേ. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒരു ഊതി ഉണർത്തുന്ന അനുഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹനങ്ങൾ, കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള നമ്മുടെ സന്നദ്ധത, അതുപോലെ ഉപവാസം, പ്രായശ്ചിത്തം, ഇങ്ങനെയുള്ളതെല്ലാം വാസ്തവത്തിൽ ഈ വിശ്വാസത്തെ ഊതി കത്തിക്കാൻ ഉപകരിക്കും. അപ്പോൾ ആ ആവശ്യമായ ഇന്ധനം കൊടുത്ത്, ശുദ്ധവായു കൊടുത്ത് ഊതി 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 അതിനെ കത്തിച്ച വലിയൊരു ഒരു ഒരു തീക്കുണ്ടമാക്കി മാറ്റുക എന്നുള്ളത്, അത് കിട്ടിയ വ്യക്തി അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, അത് ഊതി ഊതി കത്തിക്കുകയും അനേകർക്ക് അത് കത്തിച്ച് കിട്ടാൻ ഇടയാകുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് ഇതിന്. ആ പ്രോസസ്സ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഉദാഹരണത്തിന് എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റു പറയുമ്പോൾ തന്നെ, ഒരു പ്രാർത്ഥനയിലൂടെ ഏറ്റു പറയുമ്പോൾ തന്നെ അതിനെ ഊതി ഉണർത്തുന്നതിന് തുല്യമാണ്. എൻ്റെ സ്വകാര്യ പ്രാർത്ഥനകൾ, എൻ്റെ സഭാപരമായ ആരാധനാക്രമ ജീവിതത്തിലൂടെ ഞാൻ എൻ്റെ വിശ്വാസത്തെ ആവിഷ്കരിക്കുമ്പോൾ അവിടെ എല്ലാം വിശ്വാസം ഉണരുന്നുണ്ട്. അത് ഊതി കത്തിക്കുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ ഊതി കത്തിക്കാതെ ഒരിക്കലും ഇത് നിലനിൽക്കില്ല. അപ്പോൾ ഊതി ഉണർത്തണം, അതാണ് പറയുന്നത്. നമ്മൾ ഈ പാട്ട് ജിൻഡോയെ കൊണ്ട് പാടിച്ച് റെക്കോർഡ് ചെയ്യിച്ചപ്പോൾ അച്ഛൻ ഈ യൂതി ഊതി ആ രണ്ടിൻ്റെയും വ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞ് നമ്മൾ ഊതി ഭംഗിയായിട്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചത്. അതിന് കാരണം ഇതാണ്, ഊതുക എന്ന ആ പ്രയോഗം ഉണ്ടല്ലോ, ഒരു ഊതുക എന്ന സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ പ്രയോഗത്തിനകത്ത് ധ്വനിയുണ്ട്. ഏതൊരു വാക്കിനകത്തും ഒരു ധ്വനിയുണ്ട്. ഊതുക എന്ന വാക്കും ഊതുക എന്ന പ്രവൃത്തിയും ഉണ്ട് ഇല്ലേ? അപ്പോൾ ഊതുക എന്ന വാക്കിനകത്ത് ഊതുക ആ പ്രവൃത്തി ഇരിപ്പുണ്ട്, അത് ധ്വനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു വാക്കാണ് തുപ്പുക. ആ തുപ്പുക എന്ന വാക്ക് പ്രയോഗിക്കുമ്പോൾ തുപ്പ് എന്നൊരു ഒരു ക്രിയ അവിടെ ഉണ്ടല്ലോ. അപ്പം എന്ന് പറഞ്ഞാൽ കനലിനെ യൂതി ഉണർത്തുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പറയുന്ന ആ ഊതിയുടെ സുഖം പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കനലിനെ ഊതി എന്ന് തന്നെ പ്രയോഗിക്കണം എന്ന് പറഞ്ഞത്. അത് കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ ഭംഗി അത് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് വന്നത്. അപ്പം അങ്ങനെ ഓരോ ഉച്ചാരണത്തിലും, പദങ്ങൾ ഉച്ചരിക്കുന്നിടത്തും, സന്ധി സമാസത്തിലുമൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ സുഖങ്ങൾ ഒരുപാട് നഷ്ടപ്പെടും. നമ്മുടെ പല ഗാനങ്ങളിനകത്തും ഈ പറഞ്ഞ സുഖങ്ങൾ ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം അതിനെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാതെ പോകുന്നു. മെയിനായിട്ട് ഈ ഗാനങ്ങൾ എഴുതിയ ഈ കവി അവിടെ വേണം ഈ റെക്കോർഡിങ് സമയത്ത്. അതിൻ്റെ ഞാൻ അത് അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ പോലും അറിയാതെ റെക്കോർഡിങ് നടന്നു പോകുന്നു പലപ്പോഴും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ തിരക്കിൽ പാട്ടുണ്ടാക്കി അതെടുത്ത് ഒരു ഗായകനെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റുഡിയോയിലുള്ള ആരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അങ്ങ് എടുപ്പിച്ച് വിടുക. പക്ഷേ നമ്മളിപ്പോൾ ഈ പാട്ടുകൾ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത, എല്ലാ പാട്ടും റെക്കോർഡിങ്ങിന് അച്ഛനുണ്ട്. അച്ഛൻ്റെ പാട്ടാകൊണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ആശയം പറഞ്ഞു കൊടുത്താണ് നമ്മൾ പാടിപ്പിക്കുന്നത്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം.
ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, വിശ്വൈകദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. വിശ്വൈകദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാം. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാം. മലമേൽ പണി ചെയ്ത വീടാണു നമ്മളും, മറയാതെ ഏവർക്കും അഭയകേന്ദ്രം. മലമേൽ പണി ചെയ്ത വീടാണു നമ്മളും, മറയാതെ ഏവർക്കും അഭയകേന്ദ്രം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഹൃദയവും ഹൃദയവും തമ്മിൽ പകരുന്ന സൗഹൃദം പങ്കിട്ടു നിൽക്കാം. ഈ ബലിവേദിക്കു ചുറ്റും ഹൃദയവും ഹൃദയവും തമ്മിൽ പകരുന്ന സൗഹൃദം പങ്കിട്ടു നിൽക്കാം. ഈ ബലിവേദിക്കു ചുറ്റും ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, മാമോദീസയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതിയുണർത്തുക നാം. മാമോദീസയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതിയുണർത്തുക നാം. നാഥന്റെ സാക്ഷികൾ നാം ഒന്നു ചേരുകിൽ, തിന്മയാം കൂരിരുൾ മാഞ്ഞു പോകും. നാഥന്റെ സാക്ഷികൾ നാം ഒന്നു ചേരുകിൽ, തിന്മയാം കൂരിരുൾ മാഞ്ഞു പോകും. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, വിശ്വൈകദീപമാം
യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. വിശ്വൈക ദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ. നല്ല ക്രിസ്തീയ ഗാനങ്ങളെ കണ്ടെത്താനുള്ള KCBCയുടെ ഒരു ശ്രമത്തിൽ ഈ പാട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനൊരു അംഗീകാരം തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ ആ ഒരു അവസരം, ഗാനരചനയ്ക്കുള്ള ഒരു അംഗീകാരം എനിക്ക് ഈ ഗാനരചനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരവസരത്തിലാണ് തിരുനാമകീർത്തനം എന്ന ഗാനത്തിന് KCBCയുടെ അംഗീകാരം കിട്ടിയത്. ഈ പിന്നീട് അത് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൂടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കാര്യത്തിലേക്ക് അധികം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഏതായാലും ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം പകർന്ന് തരുന്ന ആ വിശ്വാസത്തിൻ്റെ ആ ഗതി ഒരു ഗാനത്തിലൂടെ ഇത്രയും ഭംഗിയായിട്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അച്ഛന് എല്ലാവിധ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാൻ. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു.